ഗൈസ്, അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ പോകണമെന്ന് വെച്ചാൽ റംസാനായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ റംസാൻ പർച്ചേസിംഗ് ആണ്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലും കയറിയിട്ടുണ്ടായി കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ചുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ട്. വീട്ടിൽ ചെന്ന് ഒട്ടും വൈകിയില്ല, നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട്. റംസാനോടനുബന്ധിച്ച് നമ്മൾ വീട്ടിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞെങ്കിലും നമ്മൾ അടുക്കളയിലുള്ള സാധനങ്ങളൊന്നും തുടച്ച് നീറ്റാക്കൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെയ്യണുണ്ടിട്ട് പിന്നെ ആയിരം കൂടിയും ചേച്ചൻ്റെ കൂടി അങ്ങോട്ട് ക്ലീനൊക്കെ ചെയ്യാൻ കേട്ടോ. അവൾ എന്തോ ബ്രഷൊക്കെ എടുത്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ. പിന്നെന്താ ഞാൻ വേഗം തന്നെ പൊടിയൊക്കെ തട്ടാണ്ട് ഇഷ്ടംപോലെ അഴുക്കുണ്ടായിരുന്നു. കാരണം മാസത്തിലൊരിക്കൽ മാത്രം ഞങ്ങൾ ക്ലീൻ ആക്കുന്ന ഫ്രിഡ്ജാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ നമ്മൾ ക്ലീനൊക്കെ ചെയ്ത് ഫ്രിഡ്ജിലെ സംഭവങ്ങളൊക്കെ വേഗം തന്നെ എടുത്ത് കഴുകി അഫ്ര കഴുകി തരും, ഞാൻ തുടച്ചു തരും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും ചച്ചയോടെ ഫ്രിഡ്ജ് വൃത്തിയാക്കി തരും. അപ്പോൾ അങ്ങനെ നമ്മളിതാ ക്ലീനിങ് തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏകദേശം ഫ്രിഡ്ജിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ ഒതുക്കി നമ്മൾ ഒക്കെ എടുത്ത് വെക്കാണ് കേട്ടോ. സാധാരണ പോലെ നമ്മൾ ക്ലീൻ ചെയ്യണ പോലെ അല്ല കേട്ടോ ഗൈസ്. നമുക്ക് റംസാനെ ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് ഉള്ളിൽ. നമുക്ക് പ്രത്യേകിച്ച് നാളെ നോമ്പാണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നമ്മളിതാ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ കേട്ടോ. കൗണ്ടർ ടോപ്പിലാണെങ്കിലും നിറച്ച് സാധനങ്ങൾ ഗൈസ്, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അങ്ങനെ പിന്നെ ഞാനതൊക്കെ ഓരോന്നൊക്കെ ഒതുക്കി തുടങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ പാക്കറ്റുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ച് നമുക്ക് ടിന്നിലൊക്കെ ആക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ അവിടെ ഇവിടെ ഒക്കെ ആവുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ തുടക്കുന്നുണ്ട്. ഫുൾ ഓൺ ഗൈസ് പണിയായിരുന്നു. എൻ്റെ ഇടയിലും വെച്ച് ഞങ്ങൾക്ക് ഷേക്കൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം തന്നെ ഉള്ളി സാധനങ്ങളൊക്കെ എടുത്ത് അതൊക്കെ സെറ്റാക്കി അപ്പോഴേക്കും വെച്ച് ഞങ്ങൾക്ക് ഷേക്കൊക്കെ ഞങ്ങൾക്ക് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കിച്ചണിലെ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 8 മണിയായിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും നല്ല നമുക്ക് പൊറോട്ടയും ബീഫൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിച്ച് ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങി ഗൈസ്. അപ്പോൾ